മഹേഷ്, ഞാൻ ചോദിക്കുന്ന കാര്യം, നമ്മളിപ്പോ മുണ്ടക്കയിൽ രക്ഷാദൌത്യം അല്ലെങ്കിൽ മുണ്ടക്കയിൽ എന്താണ് സംഭവിച്ചത് എന്ന് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കുക, അവിടെ നിന്ന് നഷ്ടപ്പെട്ട മുഴുവൻ മനുഷ്യരെ ജീവനോടെയോ അല്ലാതെയോ വീണ്ടെടുക്കുക എന്നത് എന്തുമാത്രം പോസിബിൾ ആണ്? അത് പോസിബിൾ ആവില്ല എന്നാണ് പറയാനുള്ളത്. ഞാൻ നിഷാദ് ഒരു 5 വർഷം മുൻപുണ്ടായ പുത്തുമല ദുരന്തം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന ഒരു ആളാണ്. അന്ന് 17 പേരുടെ ജീവനാണ് പോയത്. 5 പേർ ഇപ്പോഴും എവിടെയാണ് എന്ന് ഒരു അർത്ഥത്തിൽ നമുക്കറിയില്ല. ഇത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ എത്ര പേര് അതിനകത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അത് സാധ്യമാകില്ല എന്നാണ് പറയാനുള്ളത്. ഞാൻ ഇന്ന് അതിരാവിലെ വന്നതിന് ശേഷം മുണ്ടക്കയിലേക്കാണ് ഞാൻ പോയത്. നമ്മൾ ഈ ചായക്കകത്ത് ഒരു ബിസ്ക്കറ്റ് മുക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? അലിഞ്ഞു പോയില്ലേ? അതേപോലത്തെ ഒരു മണ്ണാണ്, ഒരു ടെറൈനാണ് അവിടെ ഉള്ളത്. എവിടെ കാലെടുത്ത് വെക്കണം എന്നറിയില്ല. കാലെടുത്ത് വെച്ചാൽ അത് എത്രമാത്രം താഴ്ന്നു പോകുമെന്നറിയില്ല. അവിടെ കിണറുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല, തോടുണ്ടോ എന്നറിയില്ല. രക്ഷാപ്രവർത്തകരുടെ ഒക്കെ ഒരു സാഹചര്യം അതായിരുന്നു. അതെല്ലാം മറികടന്ന് നമ്മൾ മുണ്ടക്കയിൽ എത്തുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തി അല്ലെങ്കിൽ വിഷമമുണ്ടാക്കിയ ഒരു കാഴ്ച എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വീടെന്ന് പറയാവുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അവിടുന്ന് ഒരു പട്ടിക്കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പട്ടിയെ എടുത്തിട്ട് മാറോട് ചേർത്ത് ആ മനുഷ്യനെ നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കില്ലേ, കുഞ്ഞുങ്ങളെ എടുക്കുന്നത് പോലെ ആ മനുഷ്യനെടുത്ത് വിതിമ്പിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ ചോദിച്ച സമയത്ത് വേറൊരാള് പറഞ്ഞത് ആ വീട്ടിലാകെ അവശേഷിക്കുന്നത് ആ പട്ടിക്കുഞ്ഞ് മാത്രമാണ്. നമ്മൾ എത്രമാത്രം ഒരു റിപ്പോർട്ടിംഗ് മേഖലയിൽ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ പതറിപ്പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് വാക്കുകൾ ആ മനുഷ്യനോടൊന്നും ചോദിക്കാം. ഞാൻ അദ്ദേഹം കടന്നു പോകുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ബാക്കിൽ നിന്ന് അദ്ദേഹം നമ്മൾ കുഞ്ഞിനെ എടുത്ത് തോളത്തിട്ട് പോകുന്നത് പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരു പട്ടിക്കുഞ്ഞിനെ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ എന്നാണ്. ഞാൻ അത് കഴിഞ്ഞ് പാലം ഇറങ്ങി നേരെ ചൂരൽമലയിലെത്തിയതിനു ശേഷം ഞാൻ പിന്നീട് പോയത് നമ്മുടെ സ്കൂളിനകത്തേക്കാണ്. വെള്ളാർമല സ്കൂളിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാനാണ് പോയത്. സ്കൂളിന്റെ ക്ലാസ് റൂമിലേക്ക് ഒന്ന് നടന്നു നോക്കി. പക്ഷെ അത് ക്ലാസ് റൂമിന്റെ ആ വരാന്ത മുഴുവൻ ചെളിയും മണ്ണും മരങ്ങളും വന്ന് അടിഞ്ഞെടുക്കാണ്. അത് ഒരു ക്ലാസ് റൂമിനകത്തേക്ക് ഞാൻ പോയി കണ്ട കാഴ്ച എന്ന് പറയുന്നത്, അവിടെ ഒരു ബോർഡിനകത്ത്, ഒരു കടലാസ് പേപ്പറിനകത്ത് എന്റെ നാട് സുന്ദരം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി വരച്ചു വെച്ച ചിത്രമാണ്. അതിൽ ഈ മലനിരകളുണ്ട്, അതിനകത്ത് ഈ പുഴയുണ്ട്, അതിനകത്ത് ഈ കാണുന്ന പാടങ്ങളും കൃഷിയും ഒക്കെ ഉണ്ട്. അപ്പം അത്രമാത്രം വൈകാരികമായി ഞാൻ ഇത്രയും ഇമോഷണൽ ആവുന്നത്, നമ്മൾ പല സമയത്തും തോറ്റുപോകുന്ന ഒരു സന്ദർഭമുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ പുത്തുമലയൊക്കെ നമ്മൾ മാനസികമായിട്ട് ഒരു ഒരുക്കം ഉണ്ടാവില്ല. ഇത്രയും പ്രയാസങ്ങൾ ഉണ്ട്, അങ്ങനെ ഒരു ഭൂമിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലേക്ക് എത്രയോ 10 മടങ്ങാണ് നിഷാദ്. എല്ലാം നഷ്ടപ്പെട്ട, എന്താണ്, ആ ഇട്ട ഡ്രസ്സ് അല്ലാതെ ഇവിടുത്തെ മനുഷ്യർക്കൊന്നുമില്ല. അത് മാത്രമാണ് അവരെ കൈവശമുള്ളത്. അപ്പൊ അവരെ ചേർത്ത് പിടിക്കുക, അവരെ പരമാവധി എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റും, അതാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എല്ലാവരും നമ്മൾ കേരളം ഒരുമിച്ച് നിന്ന് ചെയ്യുന്നുണ്ട്.